നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ താലി കെട്ടിയ പെണ്ണ് നിനക്ക് വേണ്ടി പൂജ ചെയ്യുന്നതിൽ നിനക്ക് താല്പര്യമൊന്നുമില്ലേ? അതിന് താലി കെട്ടിയ പെണ്ണല്ലോ പൂജ ചെയ്യുക. എല്ലാം അറിയാവുന്ന മുത്തശ്ശി എന്തിനാ എങ്ങനെ ചോദിക്കുന്നത്? എനിക്കെല്ലാം അറിയാം. പക്ഷേ നീ പേടിക്കൊന്നും വേണ്ട. വ്രതം എടുക്കേണ്ട ആള് അതെല്ലാം ചെയ്യുന്നുണ്ട്. അമ്മേ, പ്രിയങ്ക ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്ന നേരമായില്ലേ? ആയി. ദേവനാരായണൻ തിരുമേനി യശോദയും മുത്തശ്ശിയും കൂടി അവളെ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളും കൂടി പോയേണ്ടതല്ലേ? ആര് പോയാലെന്താ? അവളുടെ വീട്ടുകാര് കൂടെ ഉണ്ടാവുന്നതല്ലേ അവക്ക് ഏറെ സന്തോഷമാവുക. എന്നാ ഞാൻ മോള് റെഡിയായെന്ന് നോക്കട്ടെ. അമ്മ, പ്രിയങ്ക എവിടെ? പ്രിയങ്ക മുറിയിലില്ലേ? മുറിയിലും ഇല്ല, ഈ വീട്ടിലെങ്ങും ഇല്ല. ഞാനും ചെറിയമ്മയും കൂടി ഇത്രയും നേരം തിരയായിരുന്നു. പൂജയ്ക്ക് പോകാനായി എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിക്കാൻ വേണ്ടി മുറിച്ചെന്ന് നോക്കിയതാ, കണ്ടില്ല. ഇനി രാത്രി ഒറ്റക്കിരിക്കുന്നത് പേടിച്ച് ആരോടും പറയാതെ ഇറങ്ങി പോയോ? ഓ, അക്കാര്യത്തെ കുറിച്ചാണോ നിങ്ങൾക്ക് വേവലാതി? കഷ്ടമുണ്ട് കൽപ്പന. ഓഹോ, എന്നാ പിന്നെ പ്രിയങ്ക എവിടെ? അമ്മാനെ പറ. പ്രിയങ്ക ചിലപ്പോ അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടാവും. എങ്കിൽ പോയി പെട്ടെന്ന് വിളിച്ചോണ്ട് വാ പത്മിനി. പൂജ വൈകിക്കൂടാ. ശരി. അമ്മേ, പ്രിയങ്ക അവിടെ ഔട്ട് ഹൗസിലുണ്ടോ? നിങ്ങളോട് ചോദിച്ചാ കേട്ടില്ലേ? പ്രിയങ്ക ഇവിടെ കാണാനില്ല. അവിടെ ഇല്ലെങ്കിലേ അവളെ അന്വേഷിച്ചിറങ്ങാനാ. പ്രിയങ്ക മോൾ അവിടെ ഉണ്ട്. പൂജയ്ക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതെന്താ ഇവിടെ ഇരുന്നല്ലേ അവൾ ഒരുങ്ങേണ്ടത്? ആരോടും പറയാതെ അതെന്താ ഇങ്ങനൊരു മാറ്റം? ഔട്ട് ഹൗസിലുള്ളത് അന്യന്മാരൊന്നും അല്ലല്ലോ, അവളുടെ കുടുംബക്കാര് തന്നെയല്ലേ. അവൾ അവിടെ ഇരുന്ന് ഒരുങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്കെന്താ കുഴപ്പം? പ്രിയങ്ക മോൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ അവളെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകും. ദേവൻ നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഈ വരവും പോക്കും അത്ര പന്തിയല്ലല്ലോ. എന്തോ തിരുമറി ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. എന്ത് തിരുമറി? കേട്ടത് എന്തിനെങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? തിരുമറി എന്ന വാക്കിപ്പോ നിനക്ക് ഒട്ടും കേട്ടുടാത്തതാണോ? അല്ല, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നീ പറയുന്നതാണല്ലോ, വിവാഹ മണ്ഡപത്തിൽ എന്തോ തിരുമറി നടന്നു, വിവാഹത്തിൽ എന്തോ തിരുമറി നടന്നു എന്നൊക്കെ. അപ്പൊ എന്താ ഈ വാക്കിന് ഓരോ കുഴപ്പമില്ലായിരുന്നോ? കൽപ്പന, മതി. എന്തായാലും പ്രിയങ്ക അവിടെ ഉണ്ടല്ലോ. പൂജയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ചെന്ന് കാണുകയും ചെയ്യാം. എന്തായാലും പൂജയ്ക്ക് പോകുന്നതിന് മുമ്പ് അവളെ കണ്ടേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.